പ്രൈസ് ദ ലോർഡ്. മറ്റെല്ലാം തകർന്നു പോകുമ്പോഴും ദൈവത്തിന്റെ സ്നേഹം നിലനിൽക്കുന്നു. ആരെല്ലാം നമ്മെ കൈവിട്ടാലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കപ്പൽ യാത്രകൾ ഇതാ വൈഷമ്യമായ അവസ്ഥകളിലേക്ക് കടന്നു പോവുകയാണ്. ഏതെല്ലാം വിധത്തിൽ പ്രതികൂലമായ കാറ്റുകൾ ആ യാത്രകൾക്ക് മുൻപാകെ വീശി അടിക്കുമ്പോഴും അവിടെ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവം എന്നോട് കൂടെ ഉണ്ട്, കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു എന്ന് പറയത്തക്ക നിലകളിൽ കർത്താവിന്റെ ഭക്തനോട് കൂടെ ദൈവം ഇരുന്നതുപോലെ യാത്രകൾ വൈഷമ്യമായ അവസ്ഥകളിൽ കടന്നു പോകുമ്പോഴും കടലിൽ തങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കകൾ കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം കൈവിടാതെ ഉപേക്ഷിക്കാതെ ദൈവം തന്റെ ദാസനോട് കൂടെ ഇരുന്നെങ്കിൽ, പ്രിയ ദൈവവൈതലേ, കർത്താവ് ഈ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നിന്നോട് സംസാരിക്കുകയാണ്. ആമേൻ. എല്ലാം തകർന്ന അവസ്ഥകളിലല്ലേ കടന്നു പോകുന്നത്, എല്ലാരാലും കൈവിടപ്പെട്ട അവസ്ഥകളിലൂടെ അല്ലേ കടന്നു പോകുന്നത്. ആരും സഹായിപ്പാനില്ലാതെ, ആമേൻ, ആരും ആശ്രയിപ്പാനില്ലാതെ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, കൈവിടാതെ ഉപേക്ഷിക്കാതെ കൂടെ ഇരുന്ന് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്, എവിടെയൊക്കെയാണ് വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നത്, കൂടെ ഒന്ന് സഹായിപ്പാൻ, ഒന്ന് കൈത്താങ്ങൽ നൽകാൻ ആരുമില്ലാതിരിക്കുമ്പോഴും കർത്താവ് പറയുകയാണ്, ഇല്ല, ആമേ സ്തോത്രം, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ആമേൻ. കർത്താവ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അതേ, കർത്താവിന്റെ വാക്കുകൾ നമ്മോട് കൂടെയുണ്ട്, വാഗ്ദത്തങ്ങൾ നമ്മോട് കൂടെയുണ്ട്. അത് നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. കർത്താവ് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.